നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിലമ്പൂരിൽ ഏറ്റവും അധികം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്, പ്രത്യേകിച്ച് ആര്യാടൻ കുടുംബത്തിനെ സംബന്ധിച്ചും UDF സംബന്ധിച്ചും. എന്നാൽ അതിനിടയിൽ ഏറ്റവും വേദനാജനകമായൊരു വാർത്ത കൂടിയാണ് ഇന്ന് വൈകുന്നേരം കടന്നെത്തിയത്. മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെ സഹോദരൻ ആര്യാടൻ മമ്മു അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആര്യാടൻ മുഹമ്മദിൻ്റെ മാർഗദർശിയായ, എപ്പോഴും തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആ ചരിത്ര വിജയം നേടിയ ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗവും. ആര്യാടൻ മുഹമ്മദിൻ്റെ തന്നെ വലങ്കൈ എന്ന രീതിയിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു സഹോദരനായ മമ്മു. ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഖബറടക്കം രാവിലെ 9:30 നിലമ്പൂർ മുക്കട്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈനബയും മക്കൾ രേഷ്മ, ജിസ്മ, റിസ്വാൻ എന്നിവരാണുള്ളത്. മരുമക്കൾ മുജീബ് അത്തിമണ്ണിൽ, സമീർ, ആയിഷ, ലുബിന എന്നിവരാണ്. ഇന്ന് വൈകുന്നേരം 5:30 മുതൽ ആര്യാടൻ മുഹമ്മദിൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ബാപ്പു എന്ന് കുടുംബാംഗങ്ങൾ വിളിക്കുന്ന മമ്മുവിൻ്റെ വിയോഗ വാർത്തയെക്കുറിച്ച് നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ബാപ്പുവും പോയി. നിലമ്പൂരിന് ഇപ്പോഴുണ്ടായ ഈ മാറ്റത്തിന്, UDF വിജയത്തിന്, ഈ അംഗീകാരത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഞങ്ങളുടെ ബാപ്പു. കുഞ്ഞാക്കാൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടല്ല, കുഞ്ഞാക്കയെ പോലെയാണ് ഞങ്ങളെ കുടുംബത്തിന് തണലായ ഞങ്ങളുടെ ബാപ്പു. ആ തണലും മാഞ്ഞു. ഇന്ന് രാത്രി 9:30 മണിക്ക് മുക്കട്ട വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി എന്ത് എന്നുള്ള ചിന്ത CPM ഏറെ അലട്ടുകയാണ്. കാരണം ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതുമൂലം ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം. ഉപതെരഞ്ഞെടുപ്പിൽ 11,077 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മിന്നും വിജയം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. 2016 ശേഷം ഇതാദ്യമായി മണ്ഡലത്തിൽ UDF ജയിച്ചു. മണ്ഡല രൂപീകരണത്തിൻ്റെ 6ാം പതിറ്റാണ്ട് പിന്നിടുന്ന വർഷം നിലമ്പൂരിൽ തന്നെ ഇങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാൻ ആര്യാടൻ്റെ മകൻ ഷൗക്കത്തിന് സാധിച്ചു. PV അൻവർ രാജിവെച്ചൊഴിഞ്ഞ ഒഴിവിലേക്ക് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും നിയമസഭയിലേക്ക് കാലെടുത്ത് വയ്ക്കാനായി ആര്യാടൻ കുടുംബത്തിന് സാധിച്ചിരിക്കുന്നു. നിലമ്പൂരിനെ തന്നെ ഏറ്റവും അധികം ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന കാലഘട്ടത്തോളം ജനപ്രതിയായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ തന്നെ 2ാം മത്സരത്തിൽ ആദ്യം പരാജയം രുചിച്ചുവെങ്കിലും അതിൻ്റെ പാളിച്ചയൊക്കെ തന്നെ പരിഹരിച്ച് 2ാമത്തെ മത്സരത്തിൽ മിന്നും ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. തൻ്റെ പിതാവ് ഏറ്റവും ഒടുവിൽ നേടിയ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയോളം നേടാൻ ഇത്തവണ സാധിച്ചിരിക്കുന്നു.